ഇന്നേ ദിവസം നിരവധി സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വിഷു റിലീസ് എന്ന ടാഗ് ലൈനോടുകൂടി എത്തിയിരിക്കുന്ന ഗംഭീര സിനിമകൾ. അതിൽ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് മമ്മൂക്കയുടെ ബസൂക്ക തന്നെയാണ്. അപ്പോൾ ബസൂക്കയെക്കുറിച്ച് തന്നെയാണ് ആദ്യം ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്. ഫാൻസുകാർക്ക് ഏറ്റവും ബോധിച്ച സിനിമ എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനുശേഷം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എത്തുകയും ചെയ്തു. നാരായണൻ നമ്പു പറഞ്ഞ ഒരു അഭിപ്രായത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പ്രശസ്ത തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക ചിത്രം ബസൂക്ക മോശമില്ലാത്ത സിനിമയാണ്. ഒരു എയിം ഇല്ലാത്ത ആദ്യ പകുതിയും തരക്കേടില്ലാത്ത രണ്ടാം പകുതിയും മികച്ച ക്ലൈമാക്സും ചേർന്നൊരു ആവറേജ് ചിത്രം. അതാണ് ബസൂക്ക. ഗെയിം ത്രില്ലർ എന്ന ഗണത്തിൽ വരുന്ന മലയാളത്തിലെ ആദ്യ ചിത്രങ്ങളിൽ ഒന്നാണ് ബസൂക്ക എന്ന നിലയിൽ ഒരു വട്ടം കണ്ടു നോക്കാവുന്ന സിനിമയും കൂടിയാണ് ബസൂക്ക. മമ്മൂട്ടി പതിവ് പോലെ തന്നെ വേഷം ഗംഭീരമാക്കി. അവസാനം ആകുമ്പോഴേക്കും മമ്മൂക്ക പൊരിച്ചെടുക്കുന്നുണ്ട്. പേഴ്സണലി നല്ല ഇഷ്ടമായി മമ്മൂക്കയുടെ പെർഫോമൻസ്. ഗൗതം വാസുദേവ് മേനോന്റെ പ്രകടനം നന്നായി. പക്ഷേ ഡയലോഗ് ഡെലിവറി പലപ്പോഴും മലയാളം കടുകട്ടി വാക്കുകൾ പറയുമ്പോൾ പാളിപ്പോകുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ മോശമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ മേനോനും കുഴപ്പമില്ല. ദിവ്യപിള്ള, മദനോത്സവത്തിലെ നായിക ഭാമ, ജോമോൻ ജ്യോതിർ തുടങ്ങിയവരും സിനിമയിലുണ്ട്. സായിദ് അബ്ബാസിന്റേതാണ് പശ്ചാത്തല സംഗീതം. ഒരു വെസ്റ്റേൺ ശൈലിയിലാണ് സിനിമയിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയോട് ചേർന്ന് നിൽക്കുന്ന കിടിലൻ BGM പടത്തിൽ ഉടനീളമുണ്ട്. നിമിഷ് രവിയും റോബി വർഗീസ് രാജും ചേർന്നൊരുക്കിയ ഫ്രെയിംസ് നല്ലതാണ്. നിഷാദ് യൂസഫും പ്രവീൺ പ്രഭാകരനുമാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഒരു പുതുമുഖ സംവിധായകന് കൂടി മമ്മൂട്ടി കൈകോർത്ത് മോശമില്ലാത്ത ഒരു അനുഭവം എന്ന ലെവലിൽ മാത്രമേ ഉള്ളൂ. പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള ത്രില്ല് കൊണ്ടുവരാൻ സിനിമയിൽ കഴിയുന്നില്ല. അതുതന്നെയാണ് സർപ്രൈസുകൾക്ക് പഞ്ചില്ലാതെ വന്നത്. സംവിധായകന്റെ ശൈലിയിലെ പരാജയം പോലെയാണ് അവയൊക്കെ ഫീൽ ചെയ്തത്. ആകെ മൊത്തത്തിൽ ഒരു തവണ കണ്ടിരിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരു സർപ്രൈസ് പഞ്ച് നൽകാൻ ബസൂക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ക്ലൈമാക്സ് ഭാഗങ്ങൾ ഒക്കെ സൂപ്പറാണ്. പക്ഷേ അതിനൊപ്പിച്ച് ബാക്കി ഭാഗങ്ങൾ എത്തിയില്ല എന്നതാണ് അഭിപ്രായം. മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ജോണർ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ സെലക്ഷൻ പ്രോസസ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ത്രില്ലർ മൊമെന്റ് കൂടുതൽ ഉണ്ടായിരുന്നേൽ സിനിമ കൂടുതൽ ആകർഷണം ആയേനെ എന്നും ഇദ്ദേഹം പറയുകയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ നടക്കുമ്പോഴും ബസൂക്ക എയറിൽ കയറുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. ചിത്രത്തിലെ ഒരു ക്യാമിയോ റോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ആറട്ടണ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന സന്തോഷ് വർക്കിയുടെ കഥാപാത്രത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു പീക്ക് മൊമെന്റിലാണ് സന്തോഷ് വർക്കി എത്തുന്നത് എന്നാണ് പ്രചരിക്കുന്ന വീഡിയോകളിൽ നിന്നുള്ള സൂചന. തിയേറ്ററിൽ നിന്നുള്ള കൂക്കുവിളികളോടെയാണ് ഈ വീഡിയോ എക്സിലും ഫേസ്ബുക്കിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബസൂക്ക ഒരു കോമഡി പടമാണോ എന്ന ചോദ്യങ്ങളും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്ത് ഇതുപോലെ തന്നെ വമ്പൻ പ്രതീക്ഷ നൽകി ഇന്നേ ദിവസം എത്തിയത് തല അജിത്ത് നായകനാകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ആരാധകർക്കിടയിൽ നിന്നും ലഭിക്കുന്നത്. അജിത്ത് ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ആദിക് രവിചന്ദ്രൻ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരിൽ ആവേശമുണർത്തുന്ന ടൈറ്റിൽ കാർഡ് മുതൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകയും നൽകിക്കൊണ്ട് സിനിമ എത്തിയിരിക്കുന്നത്. എന്നാൽ സിനിമയിൽ ലോജിക്ക് നോക്കരുതെന്ന നിർദ്ദേശവും ചിലർ പറയുന്നുണ്ട്. അതുതന്നെയാണ് ചിത്രത്തിന്റെ ഒരു നെഗറ്റീവ് വശവും. അതുകൊണ്ട് തന്നെ പല പ്രേക്ഷകരും പോസിറ്റീവും നെഗറ്റീവും ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം തന്നെ ഒരു മിക്സഡ് റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് പറയാൻ കഴിയും. കാരണം ഫാൻസുകാർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ട ചിത്രമായി മാറുകയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ഈ ചിത്രം. തലയുടെ ഒരു ഷോ തന്നെയാണ്. തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ഒരു അജിത്ത് ഷോ തന്നെയാണ് സിനിമ. അജിത്തിന്റെ പ്രകടനത്തിനൊപ്പം എല്ലാവരും പ്രശംസിക്കുന്ന മറ്റൊരു പെർഫോമൻസ് അർജുൻ ദാസിന്റേതാണ്. GV പ്രകാശ് കുമാർ ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിനും വലിയ കയ്യടി ലഭിക്കുന്നുണ്ട്. അജിത് കുമാറിന്റെ ആറാട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എടുത്തിരിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനല്ല, പണി അറിയാവുന്ന ഒരു ഫാൻ ബോയ് ആണ്. ആ ഒരു ലെവലാണ് ഈ ചിത്രം സഞ്ചരിക്കുന്നത്. സ്റ്റാർട്ട് ടു എൻഡ്, ഫ്രെയിം ടു ഫ്രെയിം അജിത്ത് റഫറൻസുകളുടെ ഘോഷയാത്ര, കിടിലൻ സോങ് പ്ലേസ്മെന്റ്, BGM, വിഷ്വൽസ്, ആക്ഷൻ, സർവോപരി തല ഷോ. കഥയും ലോജിക്കും തേങ്ങയും മാങ്ങയും ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഒരു ലൗഡ് എന്റർടൈൻമെന്റ് കാണാൻ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. അണ്ണന്മാരും മലയാളീസും എല്ലാം ചേർന്ന് ഒരുമാതിരി കൊല വൈബ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് ഗുഡ് ബാഡ് അഗ്ലിയെ കുറിച്ചുള്ള ആദ്യ പ്രതികരണം. പിന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഏറ്റവും പ്രോമിസിംഗ് ആയ നസ്ലൻ നായകനാകുന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ്. യൂത്തിനിടയിൽ മികച്ച റെസ്പോൺസ് കിട്ടുന്ന ഈ സിനിമ എന്നാൽ മറ്റു രീതിയിൽ അത്രയങ്ങോട്ട് മികച്ച റെസ്പോൺസ് അല്ല കിട്ടുന്നത് എന്ന് ആദ്യ റെസ്പോൺസിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഇതിനും ഒരു മിക്സഡ് റെസ്പോൺസ് എന്ന് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ കഴിയും. എന്നിരുന്നാലും യൂത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ചിത്രമായി ആലപ്പുഴ ജിംഖാന മാറിയിരിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഈ ചിത്രത്തിലുണ്ട്. കണ്ണും പൊട്ടി ടിക്കറ്റ് എടുത്തോളൂ എന്നാണ് ജിംഖാന കണ്ടു കഴിഞ്ഞ ആദ്യ യൂത്ത് പ്രേക്ഷകരുടെ അഭിപ്രായം. മികച്ച ഫസ്റ്റ് ഹാഫും അതിലും മികച്ച സെക്കൻഡ് ഹാഫും, റിങ്ങിലെ ഓരോ ഫൈറ്റ് കാണുമ്പോഴും ഒരു ഗംഭീര ഫീൽ കിട്ടുന്നുണ്ട് എന്നും ഖാലിദ് റഹ്മാൻ പറഞ്ഞതുപോലെ സിമ്പിൾ സ്വീറ്റ് ആയൊരു കിടുപടം എന്ന് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടിലേക്ക് അവരുടെ ഇടയിലും ഇത് സഞ്ചരിച്ചില്ല. പക്ഷേ ഈ ചിത്രത്തിലെ മറ്റു ചില കഥാപാത്രങ്ങൾ അവർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയി തോന്നി എന്നതും അവർ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ വളരെ മികച്ചൊരു എന്റർടൈൻമെന്റ് ഐറ്റംസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തെങ്കിലും സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് ഫീൽ മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് ആലപ്പുഴ ജിംഖാന സിനിമയുടെ അനുഭവം അവർ പങ്കുവയ്ക്കുന്നത്. എന്നിരുന്നാലും യൂത്തിനെ കയ്യിലെടുക്കാനുള്ള എല്ലാ ഐറ്റങ്ങളും ആലപ്പുഴ ജിംഖാനയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. ബസൂക്കയ്ക്കും ആലപ്പുഴ ജിംഖാന
ആനയ്ക്കും ഏതാണ്ട് ഒരുപോലുള്ള റെസ്പോൺസ് തന്നെ കേരള ബോക്സ് ഓഫീസിൽ ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളുമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രിഫർ ചെയ്തത് ആദ്യം കാണാനായി. പിന്നീടാണ് ബാക്കിയുള്ള സിനിമകൾ വരുന്നത്. മരണമാസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തു വരികയുണ്ടായി. ബേസിൽ എന്ന നടനെ എന്നും പ്രശംസിക്കുന്നത് പോലെ ഇന്നും മരണമാസ് കഴിയുമ്പോൾ പ്രശംസിക്കുകയാണ്. ബേസിലാണ് ഓരോ ചിത്രത്തിനെയും മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ബേസിലിന് ഈ ചിത്രത്തിലൂടെ കൈയടി കൊടുക്കുകയാണ് പ്രേക്ഷകർ. ചെയ്യുന്ന പടങ്ങളെല്ലാം കിടിലൻ. ഇന്ന് റിലീസ് ചെയ്ത മരണമാസിലും കിടിലൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിൽ കിടിലൻ ആക്കിയത് ബേസിലാണെന്നാണ് ആദ്യ അഭിപ്രായങ്ങൾ എത്തിയത്. മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി മലയാളത്തിൽ ബേസിൽ ജോസഫ് മാറുകയാണ്. എന്നാൽ ഇന്നിറങ്ങിയ എല്ലാ ചിത്രങ്ങളെക്കാളും പ്രേക്ഷകർ കുറച്ച് എത്തിയത് മരണമാസിനാണ്. അഭിപ്രായങ്ങളിൽ മിന്നിച്ചേക്കുമോ എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുമ്പോൾ സൂചിപ്പിക്കുന്നതും. എന്തായാലും ആദ്യ റിപ്പോർട്ടിൽ മരണമാസിന് ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകർ നൽകുന്നത്. മിക്സഡ് റെസ്പോൺസ് എവിടെയും കാണുന്നില്ല എന്നതും ആദ്യ അഭിപ്രായങ്ങളിൽ എടുത്തു പറയുന്നു. എന്തായാലും നിങ്ങൾ കണ്ടതും കാണാൻ പോകുന്ന സിനിമയും ഏതാണെന്ന് മെൻഷൻ ചെയ്യൂ, അതിന്റെ അഭിപ്രായങ്ങൾ പറയൂ. മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പുതിയ സിനിമകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ ഗംഭീര അഭിപ്രായങ്ങൾ നേടി ഓടുമ്പോഴും മുൻപിറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഗംഭീര പ്രദർശന വിജയം സ്വന്തമാക്കിയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 16,000 ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുകൊണ്ട് ഈ കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട് എമ്പുരാൻ. കൂടാതെ ഇന്നത്തെ പുതിയ സിനിമകൾക്കിടയിലും എമ്പുരാൻ എന്ന സിനിമ മികച്ച രീതിയിലുള്ള ടിക്കറ്റ് സെയിൽ നടത്തുന്നു. ഏതാണ്ട് 260 കോടിയും മറികടന്നാണ് എമ്പുരാൻ ഇപ്പോൾ വേൾഡ് വൈഡിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ റീജിയണിലും എമ്പുരാൻ നേടിയ ഏറ്റവും ടോപ്പസ്റ്റ് കളക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആശീർവാദ് സിനിമാസ് പോലും എത്തുകയുണ്ടായി. കാരണം ഇതുവരെ ഒരു മലയാള സിനിമ പല രാജ്യങ്ങളിലും നേടാത്ത സംഭവങ്ങളാണ് എമ്പുരാൻ എന്ന സിനിമ മാത്രം നേടിവെച്ചിരിക്കുന്നത്.